ആഗോള വ്യാപാര സാഹചര്യം പഴയതുപോലെ ട്രംപിന്റെ വരവിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മാറുക. അങ്ങനെ മാറുകയാണ് എന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വില പതുക്കെ പതുക്കെ താഴോട്ട് വന്ന് 60,000-ലൊക്കെ സെറ്റിൽ ചെയ്യാനാണ് സാധ്യത. സ്വർണ്ണവില കുറയാനായിട്ട് ആഗോളതലത്തിൽ ആകെ സംഭവിക്കേണ്ടത് സമാധാനാന്തരീക്ഷം ഉണ്ടാവുക, വ്യാപാര യുദ്ധം അവസാനിക്കുക. അങ്ങനെ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടായാൽ സ്വർണത്തിന്റെ വില പതുക്കെ വന്ന് സെറ്റിൽ ചെയ്ത് ഒരു 60,000-ലൊക്കെ നിൽക്കും. അപ്പൊ ആ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ GDP രാജ്യമായി ഇന്ന് വിലസുന്നുവെങ്കിൽ അതിൽ വലിയ ഒരു ഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഭൗതികമായിട്ടും അതല്ലാതെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഇമിഗ്രൻസ് ആണ്. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മേരി ജോർജ് മാഡവുമായുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ സ്വർണ്ണവില 1 ലക്ഷം കടക്കുമോ, എന്താണ് നിലവിലെ സാഹചര്യം എന്നൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ ഈ വില കുറയാനുള്ള സാധ്യത കൂടിയാണ് പരിശോധിക്കുന്നത്. മേരി ജോർജ് മാഡം, ഈ മാഡം ഉൾപ്പെടെ പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത് സ്വർണ്ണവില ഒരുപക്ഷെ 60,000 രൂപ വരെയൊക്കെ ആകാനുള്ള അല്ലെങ്കിൽ താഴാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയുണ്ടോ? മാഡത്തിന്റെ നിരീക്ഷണം എന്താണ്? അതായത് 60,000-ലേക്ക് സ്വർണത്തിന്റെ വില പതുക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുക, ഈ ട്രംപ് കൊണ്ടുവന്ന വ്യാപാര യുദ്ധം സമാധാന യുദ്ധമായി മാറുക, സമാധാനത്തിലേക്ക് എത്തിയ, അതായത് വ്യാപാര സാഹചര്യം, ആഗോള വ്യാപാര സാഹചര്യം പഴയതുപോലെ ട്രംപിന്റെ വരവിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മാറുക. അങ്ങനെ മാറുകയാണ് എന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വില പതുക്കെ പതുക്കെ താഴോട്ട് വന്ന് 60,000-ലൊക്കെ സെറ്റിൽ ചെയ്യാനാണ് സാധ്യത. കാരണം ഒറ്റയടിക്ക്, അതായത് ട്രംപ് വന്നതിന് ശേഷമാണ് 57,000 ആ റേഞ്ചിൽ നിന്ന സ്വർണത്തിന്റെ വില പെട്ടെന്ന് ഇങ്ങനെ 97,000 വരെ. അതായത് നമ്മൾ ഓർക്കണം, ഒരു വർഷം പോലും ആയിട്ടില്ല. ജനുവരി 20-ന് പ്രസിഡന്റായിട്ട് സ്ഥാനാരോഹണം ചെയ്ത ട്രംപ് ഒക്ടോബർ 22 ആകുമ്പോഴത്തേനും 97,000-ലേക്ക് സ്വർണത്തിന്റെ വില എത്തിച്ചു. അത് ആ തരത്തിലുള്ള ഒരു കുതിപ്പ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാവില്ല. സ്വർണത്തിന്റെ പക്ഷെ താഴേക്ക് പോകുന്നത് ഒരു കുതിപ്പായിട്ടായിരിക്കേയില്ല, പതുക്കെ പതുക്കെ ആയിരിക്കും താഴേക്ക് വരുന്നത്. 60,000-ങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതാണ് സ്വർണത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. മാഡം, കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സ്വർണ്ണവിലയുടെ ഒരു ചരിത്രം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ 2025 വരെ, 1900 കാലഘട്ടം മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില കുത്തനെ കുറയണമെങ്കിൽ ആഗോളതലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം? സ്വർണ്ണവില കുറയാനായിട്ട് ആഗോളതലത്തിൽ ആകെ സംഭവിക്കേണ്ടത് സമാധാനാന്തരീക്ഷം ഉണ്ടാവുക, വ്യാപാര യുദ്ധം അവസാനിക്കുക. അതായത് വ്യാപാര യുദ്ധം അവസാനിക്കണമെങ്കിൽ തന്നെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ചൈന സാധാരണ രീതിയിൽ സ്വന്തമായിട്ട് ഒരു ട്രേഡ് വാർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇതര വിപണികൾ പിടിച്ചടക്കുന്ന സ്വഭാവമാണ് ചൈനയ്ക്കുള്ളത്. ആ സ്വഭാവം അമേരിക്കയെ ചൊടിപ്പിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ അമേരിക്കയിൽ സോയാബീൻ കർഷകരൊക്കെ വലിയ സങ്കടത്തിലാണ്. കർഷകരൊക്കെ എന്ന് പറയാൻ അമേരിക്കൻ പോപ്പുലേഷൻ 33.3 കോടിയാണ്. അതിൽ 2% ആൾക്കാർ മാത്രമാണ് കൃഷിയിലുള്ളത്. അത് കോർപ്പറേറ്റൈസ്ഡ് ആണ് കൃഷി. അതുകൊണ്ട് അത്ര സങ്കടപ്പെടാൻ ഒന്നുമില്ല. എങ്കിൽ പോലും ആ സോയാബീൻ ഇന്ത്യയിലേക്ക് കുറെ ഇറക്കുമതി ചെയ്യണം, വില കുറച്ചു തരാം എന്നൊക്കെ പറയുന്നു. അത് ഇവിടുത്തെ കൃഷിയെ തകർക്കും എന്ന ഭയം കൊണ്ടാണ് നരേന്ദ്രമോദി അനുവദിക്കാത്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകളൊക്കെ കുറച്ചായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. എല്ലാ രാജ്യങ്ങളുമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെയ്യേണ്ടി വരും. അതിനൊക്കെ വേണ്ടിയിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വളരെ അശക്തമാണ്. ഇനി ഓർഗനൈസേഷൻ ശക്തമാണെങ്കിൽ പോലും ട്രംപിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ ട്രംപിന്റെ ശാസനകൾക്ക് അനുസരിച്ച് മുട്ടുമടക്കുന്ന ഓർഗനൈസേഷൻസേ ഉള്ളൂ. ഒരു പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ട്രംപിനെ കാണുമ്പോൾ പറയുന്നതല്ല, തിരിച്ചു വരുമ്പോൾ പറയുന്നത്, അദ്ദേഹത്തോട് ടെലിഫോണിൽ സംസാരിക്കുന്നതല്ല, തിരിച്ചു വരുമ്പോൾ പറയുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ഈ ട്രേഡ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് എങ്കിൽ പോലും നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് എന്താണ്, ഒരുപാട് തരത്തിലുള്ള ഇളവുകൾക്ക് ഇന്ത്യ സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ, ഇതിപ്പോ കഴിഞ്ഞ മാസത്തെ നമ്മുടെ ട്രേഡ് നോക്കി അറിയാം. നമുക്ക്
ഓഗസ്റ്റ് മാസം നമ്മൾക്ക് വലിയ ട്രേഡ് ഡെഫിസിറ്റ് ആയിരുന്നു. ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് പല രാജ്യങ്ങളിലേക്കും UK ആയിട്ട് യൂറോപ്യൻ യൂണിയൻ ആയിട്ട് ഒക്കെ നമ്മൾ ട്രീറ്റി ഉണ്ടാക്കി അങ്ങനെയൊക്കെ കയറ്റിയും അതൊക്കെ നടത്തി. പക്ഷെ നമുക്ക് അമേരിക്ക തരുന്ന അത്ര വിപണി ഈ പറയപ്പെട്ട രാജ്യങ്ങൾ ഒന്നും തരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടി. അതേസമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളോട് വാങ്ങുന്ന അമേരിക്കയുമായിട്ട് എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ്. അതാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ കുറച്ച് ഇളവുകളൊക്കെ അമേരിക്കയ്ക്ക് കൊടുക്കും, അമേരിക്കൻ വിപണിക്ക്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കും എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെയൊക്കെ ഒരു സമാധാന അന്തരീക്ഷം ട്രേഡ് വ്യാപാര കാര്യത്തിൽ ചൈനയും കുറച്ച് താഴും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായാൽ സ്വർണത്തിന്റെ വില പതുക്കെ വന്ന് സെറ്റിൽ ചെയ്ത് ഒരു 60,000-ലൊക്കെ നിൽക്കും. പക്ഷെ പിന്നെയും 60,000-ൽ തന്നെ നിൽക്കില്ല. ഇത് ലോക സമാധാന അന്തരീക്ഷവും ഇങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ലോക സമാധാന അന്തരീക്ഷം ക്ഷതം ഏൽപ്പിക്കപ്പെടാം. അങ്ങനെയൊക്കെ വരുമ്പോൾ വ്യാപാര യുദ്ധവും വീണ്ടും വീണ്ടും ഉടലെടുക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സ്വർണത്തിന്റെ വിലയിൽ പതുക്കെ കയറി പോകുന്നത് തന്നെ നമ്മൾ കാണേണ്ടി വരും. മാഡം മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ നിന്ന് മാറിയാലേ വിപണിക്ക് സ്ഥിരതയുണ്ടാകൂ, സ്വർണത്തിന്റെ വിലയിലും വലിയ മാറ്റം വരികയുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഈ ട്രംപ് ഈ സ്വർണ വില നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രത്യേക ഫാക്ടറാണോ? ട്രംപ് ഒരു ഫാക്ടർ അല്ല. ട്രംപിന്റെ നയങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫാക്ടറാണ്. കാരണം ട്രംപ് ഭ്രാന്തൻ നയങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായ ട്രംപ് വിരുദ്ധ റാലികളും ഒക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ. എന്തുകൊണ്ടാണ് ട്രംപിന് എഗൻസ്റ്റ് ആയിട്ട്, അതായത് ട്രംപ് അമേരിക്കയിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ സാധാരണക്കാരെ ഞെക്കി പിഴിയുന്ന സംഭവങ്ങളാണ്. ഉദാഹരണത്തിന് അവിടെ ഈ പറയപ്പെട്ട ആരോഗ്യ രംഗത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, അതൊക്കെ വളരെ പാവപ്പെട്ട ഇമിഗ്രൻസിനെയാണ് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാണ് ട്രംപ് അത് തട്ടിക്കളയുന്നത്. അതാണ് ഇപ്പോൾ ഷട്ട് ഡൗൺ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കുറേ സേവനങ്ങൾ, കുറേ മേഖലകളിലെ എന്താണ് ഗ്രാന്റ്സ് നിർത്തലാക്കി. അങ്ങനെ ഗ്രാന്റ്സ് നിർത്തലാക്കി. അതൊക്കെ ഈ ഇമിഗ്രൻസിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നിടങ്ങളില്, ഇമിഗ്രൻസ് ആയിട്ടുള്ള ഓൾഡ് ഏജ് സൗകര്യങ്ങൾ കൊടുക്കുന്നിടത്ത് അങ്ങനെയൊക്കെയാണ് ഇത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ GDP രാജ്യമായി ഇന്ന് വിലസുന്നുവെങ്കിൽ അതിൽ വലിയ ഒരു ഭാഗവും കോൺട്രിബ്യൂട്ട് ഭൗതികമായിട്ടും അതല്ലാതെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഇമിഗ്രൻസ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും മിടുക്കരാണ്. നമ്മുടെ IIT-കൾ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും IIM പോലെയുള്ളിടത്തു നിന്നും ഒക്കെ പോകുന്ന മിടുക്കരായ ബ്രെയിൻസ് ആണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന അവരാണ് അവിടുത്തെ പിന്നെ എന്താ പറയാ, ഈ പറയപ്പെട്ട IT മേഖലയാണെങ്കിലും അതുപോലെയുള്ള എല്ലാ മേഖലകളിലും പ്രാവീണ്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നവർ ഒക്കെ ഇങ്ങനെ പോകുന്ന ഇമിഗ്രൻസ് ആണ്. ഇപ്പോൾ തന്നെ ട്രംപ് ഈ പറയപ്പെട്ട, അതായത് ഈ ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഇമിഗ്രൻസിന്റെ സ്ഥാനത്ത് അവിടെയുള്ളവരെ തന്നെ, അതായത് US സിറ്റിസൺസിനെ തന്നെ അപ്പോയിന്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ US സിറ്റിസൺസ് ആ സ്കില്ലോ ആ പ്രവർത്തന മികവോ ഉള്ള US സിറ്റിസൺസിനെ കിട്ടാനില്ല. അതുകൊണ്ട് ട്രംപിന്റെ ആഗ്രഹം നടക്കില്ല. അപ്പോ എന്താ ചെയ്യുക, അമേരിക്കയുടെ GDP ഇതുപോലെയോ ഇതിനു മുകളിലേക്കോ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ ഇമിഗ്രൻസിന്റെ, അതായത് ഈ ഇമിഗ്രൻസ് ആണ് ഇത്രയും കുറഞ്ഞ ശമ്പളത്തിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇതേ ജോലി ഒരു അമേരിക്കക്കാരനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഇമിഗ്രന്റിന് കൊടുക്കുന്നതിന്റെ പല മടങ്ങ് ഉയർന്ന വേതനം കൊടുക്കേണ്ടി വരും. അത് ഒരു രാജ്യത്തിന് താങ്ങാൻ എളുപ്പമല്ല. അല്ലെങ്കിൽ അവരുടെ GDP ഉയരുന്നു എന്ന് കണ്ടാൽ തന്നെയും അത് താഴേക്കും, അതിന്റെ വളർച്ച വളരെ വളരെ പതുക്കെയായിരിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ട്രംപ് നയം മാറ്റണം. ട്രംപ് നയം മാറ്റിയേ തീരൂ എന്ന് ഡെമോക്രാറ്റ്സ് മാത്രമല്ല, ഈ അതിലെ നല്ല വിവരമുള്ള റിപ്പബ്ലിക്കൻസ് പോലും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രംപിന്റെ നയം മാറ്റം അല്ലെങ്കിൽ ട്രംപിന്റെ മാറ്റം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വന്നാലേ നമ്മൾ ട്രംപിന് മുമ്പുണ്ടായിരുന്ന ഒരു ലോകത്തേക്ക് തിരിച്ചെത്തും.